വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ചിക്കൻ ഫ്രൈഡ് ബണ്ണാണ്. ബൗളിലേക്ക് അല്പം ചെറു ചൂടുവെള്ളം ഒഴിക്കാം. 1.5 സ്പൂൺ പഞ്ചസാര ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റ് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതൊന്ന് ഫെർമെന്റ് ആവാൻ മൂടി വയ്ക്കാം. ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ചേർക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിലേക്ക് ഒരു 6 സ്പൂൺ ചെറു ചൂട് പാലൊഴിക്കാം. നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നേരത്തെ നമ്മൾ ചേർത്ത് വെച്ച ഈസ്റ്റ് മിശ്രിതം ഇതിലേക്ക് ഒഴിക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർക്കാം. അതിലേക്ക് അടിച്ചു വെച്ച മുട്ടക്കൂട്ട് കുറേശ്ശെയായിട്ട് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, കുറേശ്ശെ ഒഴിച്ച്. ഇപ്പം നന്നായി മിക്സായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ഡോ ആവണം. ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഇനി ഒരു 6-7 മിനിറ്റ് നന്നായി കുഴച്ച് വെക്കണം. ഇപ്പം നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി നമുക്ക് 2 മണിക്കൂർ ഇതൊന്ന് പൊങ്ങാൻ വെക്കാം. 10-12 ചിക്കൻ പീസുകൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു 2 വിസിൽ വരുത്താം. ഇപ്പം 2 വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പം ചിക്കൻ വെന്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഇറങ്ങി വന്ന സ്റ്റോക്ക് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി ആ ചിക്കൻ മാറ്റി വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ ബട്ടർ ഇടാം. മൂന്ന് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ് കുറച്ചിട്ടാൽ മതി. ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ഇടുന്നുണ്ട്, അതിൽ ഉപ്പുണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. ഇനി ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി അത് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. സവാളയൊക്കെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 സ്പൂൺ മൈദ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാലൊഴിക്കാം. ഇനി ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 സ്പൂൺ ചിക്കൻ സ്റ്റോക്ക് ചേർക്കാം. ഇങ്ങനെ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുമ്പം ആ ബൺ ഫില്ലിങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റും കൂടെ കിട്ടും. ഇനി നമുക്കെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ വേവിച്ച ചിക്കൻ മിക്സിയിലൊന്ന് അടിച്ചതാണിത്. ഇതും കൂടെ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം.
ഇപ്പം ഇനി വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം, ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ. അതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർക്കാം. ഇത് ഓപ്ഷനിലാണ്. പിന്നെ ഒറിഗാനോ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ആ ഫില്ലിങ്ങിന്. മാവ് ഇപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇത്തിരി ഓയിൽ കൈ തടവി. ഇനി നമുക്ക് അത് ഓരോ ബോൾ ഷേപ്പാക്കാം. അങ്ങനെയെല്ലാം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ ബോൾ എടുത്ത് അതിൽ കുറച്ച് എണ്ണ തടവി ഒരു റൗണ്ട് ഷേപ്പ് ആക്കാം. അതിന് നടുക്ക് ഈ ചിക്കൻ ഫില്ലിംഗ് വെക്കാം. ഇനി അതെല്ലാം എല്ലാ സൈഡിൽ നിന്നും കൂടെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഒരു റൗണ്ട് ബൺ ഷേപ്പ് ആക്കാം. റൗണ്ട് ഷേപ്പ് ആക്കാം എല്ലാം. ഇപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെക്കുന്ന പ്ലേറ്റിലും നല്ലോണം എണ്ണ തടവണം, അല്ലെങ്കിൽ നമ്മൾ ഈ റൗണ്ട് ബോൾ ഷേപ്പ് വെക്കുമ്പം അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പൊങ്ങാനായിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി വെളുത്ത എള്ള് ചേർക്കാം. അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഓരോ ബണ്ണും പാൻ ഇപ്പം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഓരോ ബണ്ണും ഇടാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്, വേണമെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ നേരത്തെ ഒരു ചിക്കൻ ബൺ റാപ്പിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ബണ്ണ് സ്റ്റീം ചെയ്താണ് എടുത്തിരിക്കുന്നത്. അതുപോലെയും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്, ബേക്ക് ചെയ്തെടുക്കാവുന്നതുമാണ്. ഇപ്പം ഒരു സൈഡ് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിടാം. ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ബണ്ണ് വന്നിരിക്കുന്നത്. നന്നായി പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഊറ്റിയെടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം, ബാക്കിയുള്ള ബൺസും. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ചിക്കൻ ഫ്രൈഡ് ബണ്ണ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.